ദുബായ് കേന്ദ്രീകരിച്ച് ബിസിനസ് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ നന്ദുവിന്റെ ഏക മകൻ ഒരു വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ആ മകന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ടെന്നീസ് ടൂർണമെന്റിന്റെ ഗംഭീര ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ക്ലബ്ബിൽ അരങ്ങേറിയത്. ഈ ആഡംബര പാർട്ടിയിൽ മദ്യം വിളമ്പിയിരുന്നുവെന്നാണ് സൂചനകൾ. വിരുന്നിനു ശേഷം ക്ലബ്ബിൽ നിന്നും കാറിൽ പുറത്തിറങ്ങിയ നടൻ മണിയൻപിള്ള രാജു നിമിഷങ്ങൾക്കകം ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നന്ദുവിന്റെ മകൻ വാഹനാപകടത്തിൽ മരിച്ചതിന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തിറങ്ങിയ ആൾ തന്നെ മറ്റൊരു വാഹനാപകടമുണ്ടാക്കി 2 യുവാക്കളുടെ ജീവിതം തകർത്തുവെന്നതാണ് വിരോധാഭാസം. അപകടത്തിന് ശേഷം മ്യൂസിയം പോലീസ് കാണിച്ച അമിത മര്യാദയ്ക്ക് പിന്നിൽ അതിശക്തമായ ഇടപെടലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാടകലെ വെച്ച് യുവാക്കളെ റോഡിൽ ചോര വാർന്ന നിലയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ താരത്തെ രാത്രിയിൽ തന്നെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല. ഇതിന് പിന്നിൽ ചില ഫോൺ വിളികളായിരുന്നുവെന്ന് ആരോപണമുണ്ട്. ശ്രീറാം വെങ്കട്രാമൻ കേസിൽ മ്യൂസിയം പോലീസ് ഉപയോഗിച്ച അതേ ടൈമിംഗ് തന്ത്രമാണ് ഇവിടെയും ആവർത്തിച്ചത്. മദ്യപാനം തെളിയിക്കാനാകാത്ത വിധം കൃത്യം 11 മണിക്കൂർ കഴിഞ്ഞ് താരം ഹാജരാകുന്നതുവരെ പോലീസ് കാത്തുനിന്നു. ചിക്കുൻഗുനിയ ആണെന്ന് പറഞ്ഞ് പൊതുപരിപാടിയിൽ പങ്കെടുത്ത രാജുവിന്റെ വാദങ്ങളിലെ പൊള്ളത്തരം പോലീസ് കണ്ടില്ലെന്ന് നടിച്ചു. പരിക്കേറ്റ നിവേദിനെയും സൂരജിനെയും അവഗണിച്ചു കടന്നുകളഞ്ഞത് കൊലപാതക ശ്രമമായി കാണുന്നതിന് പകരം കേവലം കയ്യബദ്ധമാക്കി മാറ്റാൻ സ്വാധീനം സഹായിച്ചു. രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെയില്ലെന്ന പച്ചക്കള്ളമാണ് പറഞ്ഞത്. എന്നാൽ താരം അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാനുള്ള സമയം വരെ പോലീസിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നുമാണ് സൂചന. ഒടുവിൽ എല്ലാം ആവിയാക്കി താരം ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ നാണക്കേടിലാകുന്നത് നീതിന്യായ വ്യവസ്ഥയാണ്.